ഹായ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 52 വരെയാണ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് നമുക്ക് 53ാമത്തെ നോക്കാം. ക്വസ്റ്റ്യൻ: താഴെ നൽകിയിട്ടുള്ളവയിൽ മനുഷ്യ വിഭവത്തിൻ്റെ ഗുണപരമായ ഘടകമേത്? അപ്പോൾ ഇവിടെ ഓപ്ഷൻ കൊടുക്കുന്നത്: ഓപ്ഷൻ എ സാക്ഷരതാ നിരക്ക്, ബി സ്ത്രീ പുരുഷ അനുപാതം, ഓപ്ഷൻ സി ജനന നിരക്ക്, ഓപ്ഷൻ ഡി ജനസാന്ദ്രത. അപ്പോൾ ഇവിടെ മനുഷ്യ വിഭവത്തിൻ്റെ ഗുണപരമായ ഘടകം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, സാക്ഷരതാ നിരക്ക്. ഇനി നെക്സ്റ്റ് 54ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ, ബി എന്നിവ രണ്ട് ടെക്ടോണിക് ഫലകങ്ങളാണ്. ബിയേക്കാൾ സാന്ദ്രത കൂടിയ ഫലകമാണ് എ. ഈ ഫലകങ്ങൾ പരസ്പരം അടുക്കുമ്പോൾ ചുവടെ പറയുന്നവയിൽ എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്? അപ്പോൾ ഇവിടെ ഓപ്ഷൻ കൊടുക്കുന്നത്: ഫസ്റ്റ് ഓപ്ഷൻ എ ഫലകം ബി ഫലകത്തിനടിയിലേക്ക് ആണ്ടുപോകുന്നു, ഓപ്ഷൻ ബി ഫലകം എ ഫലകത്തിനടിയിലേക്ക് ആണ്ടുപോകുന്നു, ഓപ്ഷൻ സി രണ്ട് ഫലകങ്ങൾക്കും ഒന്നും സംഭവിക്കുന്നില്ല, ഓപ്ഷൻ ഡി രണ്ട് ഫലകങ്ങളും പരസ്പരം ഉരസി നീങ്ങുന്നു. ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, എ ഫലകം ബി ഫലകത്തിനടിയിലേക്ക് ആണ്ടുപോകുന്നു. 55ാമത്താണ്. ഇന്ത്യയിൽ തിങ്കളാഴ്ച രാവിലെ 10 മണിയായിരിക്കുമ്പോൾ ജപ്പാനിൽ, അതായത് 135 ഡിഗ്രി കിഴക്ക്, സമയം എത്രയായിരിക്കും? ഇവിടെ ഓപ്ഷൻ കൊടുക്കുന്നത്: ഓപ്ഷൻ എ 1:30 PM, ബി 1:30 AM, സി 9 AM, ഡി 9 PM. ഇതിൽ ഓപ്ഷൻ എ ആണ് ആൻസർ കൊടുത്തിട്ടുള്ളത്. 1:30 PM ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെ പറയുന്നത്. ബംഗാൾ വിഭജനത്തിന് ഉത്തരവാദിയായ വൈസ്രോയിയുടെ പേരെഴുതുക. ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്: ഓപ്ഷൻ എ ഇർവിൻ പ്രഭു, ഓപ്ഷൻ ബി വില്യം ബെൻഡിക് പ്രഭു, ഓപ്ഷൻ സി കേഴ്സൺ പ്രഭു, ഓപ്ഷൻ ഡി റിപ്പൺ പ്രഭു. ഇതിന് ശരിക്ക് ഓപ്ഷൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഓപ്ഷൻ സി കേഴ്സൺ പ്രഭു ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ നൽകിയിട്ടുള്ളവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പെരിയാർ, ബി പാമ്പാർ, സി ചാലിയാർ, ഡി ഭാരതപ്പുഴ. ഇതിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ, പാമ്പാർ. നെക്സ്റ്റ് 58ാമത്തെ ക്വസ്റ്റ്യൻ. മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ എ ജഹാംഗീർ, ഓപ്ഷൻ ബി ഔറംഗസേബ്, ഓപ്ഷൻ സി അക്ബർ, ഓപ്ഷൻ ഡി ബാബർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ബാബർ ആണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ 59ാമത്തെ. നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യത്തെ കണ്ടെത്തുക. ഇതും ഓപ്ഷൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഈജിപ്ത്. നെക്സ്റ്റ് 60ാമത്തെ ക്വസ്റ്റ്യൻ. കുണ്ടറ വിളംബരം ബന്ധപ്പെട്ടിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ആരുമായിട്ടാണ്? ഫസ്റ്റ് കേശവദാസ്, സെക്കൻഡ് വൺ മാർത്താണ്ഡവർമ്മ, തേർഡ് വൺ വേലുത്തമ്പി, ലാസ്റ്റ് വൺ പഴശ്ശിരാജ. ഇതിൻ്റെ ആൻസർ വേലുത്തമ്പി.